WCC അംഗങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. രേവതി, റിമ കല്ലിങ്കൽ, ബീന പോൾ അടക്കമുള്ളവർ ആണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച, കാരണം ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം WCCക്കെതിരെയും ചില വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണല്ലോ കൂടിക്കാഴ്ച. തീർച്ചയായിട്ടും അതാണ് പ്രാധാന്യം. എന്തായാലും ക്യാബിനറ്റ് യോഗം നടക്കുകയാണ്. ക്യാബിനറ്റ് യോഗത്തിന്റെ പൂർത്തിയാവുന്ന മുറയ്ക്കായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇന്ന് WCC അംഗങ്ങൾ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിച്ചതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ കോടതി പുറപ്പെടുവിച്ചതിന് പിന്നാലെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിലൊന്ന്, ഈ നിലവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചതും പിന്നീട് മൊഴി നൽകിയതുമായ വിഷയങ്ങളിൽ രേഖപ്പെടുത്തിയ ക്രൈം കേസുകൾ ഒഴികെയുള്ള ബാക്കി വിഷയങ്ങളിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇന്നലെ ഹൈക്കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്താവും? സിനിമാ സെറ്റുകളിൽ നിലവിലുള്ള സിനിമാ പ്രവർത്തകർക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന നീക്കങ്ങൾ എന്തൊക്കെയാവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക? ഇത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ WCC സർക്കാരിന് കൈമാറിയേക്കാം. അത്തരം നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നിലവിൽ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ WCCയുടെ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകൾ അറിയിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. ഒരു കാര്യം ഓർക്കണം, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ അല്ലെങ്കിൽ പൊതുപരിപാടികളിലോ ഒക്കെ മുഖ്യമന്ത്രി പരാമർശിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ WCC വിവാദങ്ങളിൽ ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനം കേരളം മാത്രമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ അതുകൂടി ഒന്ന് ചർച്ചയാക്കുക എന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നു കൂടിയുള്ള ഒരു നീക്കമാവാം. എന്തായാലും ഇന്ന് WCC അംഗങ്ങൾ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് അത്തരം കൂടി പ്രസക്തിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒന്ന് നടൻ മുകേഷ്, MLA കൂടിയായ നടൻ മുകേഷുമായി ബന്ധപ്പെട്ട കേസ്, ഒപ്പം തന്നെ രഞ്ജിത്ത്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്ന രഞ്ജിത്തുമായി ബന്ധപ്പെട്ട കേസ്, അങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖർക്കെതിരെ ഉയർന്നു വന്ന കേസുകളിലടക്കം സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികളിലും മുഖ്യമന്ത്രി ഒരുപക്ഷെ ഈ WCC അംഗങ്ങളുമായുള്ള ഒരു വ്യക്തത വരുത്തൽ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ WCC അംഗങ്ങൾ ഇത് സംബന്ധിച്ച ചോദ്യം സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്യും. അങ്ങനെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഹൈക്കോടതി ഈ കേസ് ഒരു പ്രത്യേക ബെഞ്ച് ഇത് പരാമർശിച്ച പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചന ഈ WCC അംഗങ്ങളുമായുള്ള ചർച്ചയിൽ സർക്കാർ പങ്കുവയ്ക്കാനാണ് സാധ്യത. റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സജിത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം പുറത്തു വന്നതിന് ശേഷം WCC പലപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയാണ് പ്രതികരണങ്ങൾ നടത്താറുള്ളത്. പലപ്പോഴായി അത്തരം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് WCC കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം, അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നല്ലോ, അതായത് സിനിമാ മേഖലയിൽ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകണം എന്ന് WCC സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു പരമ്പര ഞങ്ങൾ ആരംഭിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ പരമ്പര എന്ന മട്ടിൽ ഉള്ള പ്രതികരണവും നമ്മൾ കണ്ടതാണ്. ഒരു സംഘടന എന്ന നിലയിൽ ഈ സിനിമാ മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള അഴിച്ചുപണികൾ ആണ് വേണ്ടത്, സുരക്ഷിതമായി സ്ത്രീകൾക്ക് ഈ തൊഴിലിടത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നതൊക്കെ ആ സംഘടന ആലോചിക്കുന്നു എന്ന് വേണമല്ലോ നമുക്ക് അത്തരം പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാം. മാത്രവുമല്ല ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി തന്നെ എല്ലാവർക്കും കരാർ നിർബന്ധമാക്കണം എന്ന മട്ടിലുള്ള ഒരു ആദ്യ നിർദ്ദേശം പുറത്തേക്ക് വിടുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അത്തരം നിർദ്ദേശങ്ങൾ, ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ആവശ്യകത, ഇതൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനുള്ള സാധ്യതയുമില്ലേ? തീർച്ചയായും അഭിലാഷ്, അത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഒരു പശ്ചാത്തലം, അഭിലാഷ് പരാമർശിച്ചതിന് തുടർച്ചയായി ഒരു പശ്ചാത്തലം കൂടി ഉള്ളത്, WCCക്കും സർക്കാരിനും ഇക്കാര്യത്തിൽ ഈ വിവാദങ്ങൾക്കും അപ്പുറം അവകാശപ്പെടാൻ ചിലതുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. കാരണം WCC ആണ് സിനിമാ മേഖലയിലെ ചില അനഭിലഷണീയമായ പ്രവണതകൾ ആദ്യമായി ചർച്ച ചെയ്യപ്പെടുകയും അത് സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ഒടുവിൽ അത് ഹേമ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് പോവുകയും ചെയ്തത്. സ്വാഭാവികമായും ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ പോലും നമുക്കറിയാം, കേരളത്തിൻ്റെ മാതൃകയായി തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ ഹേമ കമ്മിറ്റി മോഡൽ, അതിനെ മാതൃകയാക്കാൻ കഴിയുന്ന പല പരിശോധനകൾക്കും പല നീക്കങ്ങൾക്കും പല സമിതികളുടെ രൂപീകരണത്തിനും ഇടവെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ചർച്ച തുടങ്ങി വെച്ചത് WCC ആണ്, അവർക്കതിൽ അവകാശപ്പെടാനുണ്ട്, ഒപ്പം തന്നെ സർക്കാർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു സുപ്രധാനമായ ഘട്ടം പിന്നിടുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഒരു മാർഗനിർദ്ദേശം, സിനിമാ സെറ്റുകളുടെ പ്രവർത്തനം സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രോട്ടോകോൾ നിശ്ചയിക്കുക, ഇക്കാര്യങ്ങളിലൊക്കെ
കൃത്യമായ ഒരു പരിശോധന കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരം നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ WCC തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം ഒരു കൂടിക്കാഴ്ച ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള ഈ ചർച്ചകളിൽ നടക്കുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട്. അത്തരം ചില നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും. ഒപ്പം ഇന്നലെ ഹൈക്കോടതി നിർദ്ദേശം വന്നതിന് ശേഷം സർക്കാർ ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സംബന്ധിച്ച ചില സൂചനകൾ ഒരുപക്ഷെ പങ്കുവയ്ക്കാൻ കഴിയും. ഇന്നലെ കോടതി നിർദ്ദേശം വന്നതേ ഉള്ളൂ. ഒരുപക്ഷെ സർക്കാർ അത് സംബന്ധിച്ച ഗൗരവമായ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടാവില്ല. എന്തായാലും WCC മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിച്ചു പോവാം. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സമാനമായ രീതിയിൽ ഇതിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ചില പരാതികൾ ഉണ്ടാവുന്നു, അങ്ങനെ തെറ്റിദ്ധാരണപരമായ ചില നീക്കങ്ങൾ ഉണ്ടാവുന്നു എന്നതുകൂടി ഈ വിവാദത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് പരാമർശിക്കാവുന്നത് ഈ നിവിൻ പോളിക്കെതിരായ പരാതിയുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ വസ്തുത ഇതുവരെയും വ്യക്തമായിട്ടില്ലെങ്കിൽ കൂടി നിവിൻ പോളി ആ പരാതി വ്യാജമാണ് എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഈ തരത്തിൽ അതിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ അതിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്, അത് ഏതു തരത്തിലാണ്, ഇതൊരു മോശം പ്രവണതയായി മാറുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടിയൊക്കെ ഈ ചർച്ചയിൽ ഉയർന്നു വരാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, WCC മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നു. അത് സർക്കാരിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുന്നു, മറ്റ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാവുന്നു, ഏറ്റവും ഒടുവിൽ അത് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നു എന്ന ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും അതിന്റെ ഒരു റിവ്യൂ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ നടക്കുമെന്ന് വ്യക്തമാണ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം WCC തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും തുല്യവും സുരക്ഷിതവുമായ ഒരു തൊഴിലിടം എന്ന നിലയിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുന്നതിന് പുതിയ നിർദ്ദേശങ്ങളോടെ ഞങ്ങൾ ഇന്ന് ഒരു പരമ്പര ആരംഭിക്കുകയാണ്. ഇൻഡസ്ട്രിയിലെ എല്ലാ അംഗങ്ങളും തൊഴിൽ സംഘടനകളും തുറന്ന മനസ്സോടെ ഐക്യദാർഢ്യത്തോടെ ഇതിൽ പങ്കുചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സിനിമാ വ്യവസായത്തെ വെള്ളിത്തിരയ്ക്ക് ഉള്ളിലും പുറത്തും മികവുറ്റതാക്കാൻ സഹായിക്കുന്ന ഒരു സിനിമാ പെരുമാറ്റച്ചട്ടം എന്നതാണ് തങ്ങളുടെ ആവശ്യം എന്നതാണ്. ഇങ്ങനെ ഒരു കുറിപ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു WCC പുറത്തുവിട്ടത്. അതായത് സിനിമാ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്, മാന്യമായി സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യുവാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്ന് WCC തന്നെ പറയുമ്പോൾ അതിനിടയിലാണ് മുഖ്യമന്ത്രിയുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ച. ഈ സിനിമാ വ്യവസായ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആണ് വരുത്തേണ്ടത് എന്നത് സംബന്ധിച്ച ആവശ്യങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ അവർ മുഖ്യമന്ത്രിയുമായി പങ്കുവെക്കാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, പരാതികൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ തുടർ നടപടികൾ എന്ത് എന്നതും പ്രധാനപ്പെട്ടതാവും. സജിത്തിനോടൊപ്പം നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി, ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി നേരത്തെ തന്നെ സമയമൊക്കെ ഉണ്ടാകണം, അങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തുക. ഏറ്റവും തിരക്കുള്ള ഒരു സമയം കൂടിയാണ് എന്ന് നമുക്കറിയാം. LDF യോഗം ചേരുന്ന സമയമാണ്. ഓണം